ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമകാലിക സമൂഹത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതായത് വിശപ്പകറ്റൽ. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് ഒരു ശീലം പോലെ തോന്നാറുണ്ട്. രാവിലെ ഭക്ഷണം, ഉച്ചയ്ക്ക് വിഭവങ്ങളോടെ ലഞ്ച്, വൈകുന്നേരം ചായ, രാത്രി പൊടിപാറും സപ്പർ. എന്നാൽ നമ്മുടെ ചുറ്റുപാടിൽ അത്ര ഭാഗ്യവാന്മാരല്ലാത്ത ഒരുപാട് പേരുണ്ട്. ആരും നോക്കാതെ വിശപ്പിൽ കിടക്കുന്ന മനുഷ്യർ, കുട്ടികൾ, വൃദ്ധർ. ഇവർക്കുള്ള ഭക്ഷണ സുരക്ഷയും സ്നേഹവുമാണ് വിശപ്പകറ്റലിൻ്റെ ആസ്പദം. വിശപ്പകറ്റൽ എന്നത് ശാരീരികമായ മാനസികമായുള്ള ഒന്നല്ല, അതൊരു മാനവിക ഉത്തരവാദിത്തമാണ്. നമ്മിൽ ഒരാളുടെ പാത്രത്തിൽ അധികമുള്ളപ്പോൾ മറ്റൊരാളുടെ പാത്രം ഒഴിഞ്ഞിരിക്കരുത് എന്നതാണ് ഈ ചിന്തയുടെ ഇതിവൃത്തം. ഇന്ന് UAE പോലുള്ള രാജ്യങ്ങളിൽ സീറോ വേസ്റ്റ് മൂവ്മെൻറ്റുകൾ, ഫുഡ് ബാങ്കുകൾ, ദാന പദ്ധതികൾ തുടങ്ങിയവ വലിയൊരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും ഒട്ടേറെ സംഘടനകളും വ്യക്തികളും ഇതിലേക്കായി പ്രവർത്തിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ കേൾക്കാം: പലരും വിശപ്പിനെ മോശമായി കാണുന്നു, പക്ഷേ വിശപ്പ് കെട്ടവനെ മനുഷ്യൻ മാത്രമാണ് കാണാത്തത്. ഇത് നമ്മെ വെല്ലുവിളിക്കുന്നൊരു വാസ്തവമാണ്. വിശപ്പകറ്റൽ എന്നത് വെറും ശാരീരിക അവസ്ഥയല്ല, അത് മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന അവകാശമായ ഭക്ഷണത്തിനുള്ള അഭാവമാണ്. ഈ പ്രശ്നം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ഭക്ഷണം കിട്ടാതെ പല കുട്ടികളും മുതിർന്നവരും ദിവസവും ദുരിതം അനുഭവിക്കുന്നു, പലരും മരിച്ചു വീഴുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ഭക്ഷ്യസമൃദ്ധി ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഒരു വലിയ ഭാഗം അശ്രദ്ധയാലും ആർഭാടമായും മാലിന്യമാവുകയാണ്. അതേസമയം ഒരുവൻ വിശപ്പിൽ കരഞ്ഞു കിടക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ആഹാരം മാലിന്യത്തിലാക്കുന്നു എന്നത് വലിയൊരു അനീതിയാണ്. മറ്റൊരു പ്രധാന കാര്യമാണ് സമൂഹത്തിൻ്റെ നിർഭാഗ്യപ്പെട്ടവരോട് കരുതലും സഹകരണവും കാണിക്കുക എന്നത്. അവശേഷിച്ച ഓരോ ഭക്ഷണ കണികകളും അതില്ലാത്തവൻ്റെ അടുക്കളയിൽ സഹായഹസ്തമായി എത്തിക്കുക. ഇതുപോലുള്ള ചെറിയൊരു കാര്യവും ഒരാളുടെ വിശപ്പ് നീക്കാൻ വലിയ സഹായകമാകും. ഇതൊരു മനുഷ്യാവസ്ഥ മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ ആന്തരിക പ്രശ്നമാണ്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ഈ പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങൾ വഴിയാകണം. നമ്മുടെ കൈവിടാത്ത സഹായവും സ്നേഹവുമാണ് ആ വിശപ്പ് കെട്ടവരുടെ ജീവിതം മാറ്റിമറിക്കാൻ സഹായിക്കുന്നത്. ചെറിയൊരു സഹായം ഒരാളുടെ വിശപ്പ് നീക്കാൻ സഹായിക്കുമെന്നുള്ള ബോധം വളർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ചെറിയൊരു നീക്കം മറ്റുള്ളവരുടെ വലിയൊരു ആശ്വാസമാകാം. നമ്മൾ ഓരോരുത്തരും ചെയ്യാനുള്ളത് വളരെ ചെറുതായിരിക്കാം. ഹോട്ടലുകൾ ഓർഡർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് മാത്രം വാങ്ങുക. അടുക്കളയിൽ അവശേഷിച്ച ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും പങ്കിടുകയും ചെയ്യുക. നിങ്ങളുടെ സ്കൂൾ, ഓഫീസ്, കോളനി എന്നിവിടങ്ങളിൽ ഫുഡ് ഷെയറിംഗ് സിസ്റ്റം ആരംഭിക്കുക. ഒരു നിമിഷം പോലും വിശപ്പിനെ നോക്കി നിൽക്കാൻ പാടില്ല. നമ്മുടെ ചെറിയൊരു സഹായം, ഒരു ക്രിയ ഒരുപാട് മനുഷ്യരുടെ വിശപ്പകറ്റുന്നു. വിശപ്പകറ്റുന്ന ആളുകളെക്കുറിച്ചുള്ള ചില പ്രധാന ഖുർആൻ വചനങ്ങൾ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കാം. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യനെ മോചിപ്പിക്കലോ ദുരിതം അനുഭവിക്കുന്ന ഒരു ദിവസത്തിൽ ഭക്ഷണം നൽകലോ നീതിയുടെ ഭാഗമാണ്. വിശപ്പില്ലാത്ത ലോകം നമുക്ക് സൃഷ്ടിക്കാം. ഇതിൽ നിങ്ങളുടെ പങ്ക് എത്ര ചെറുതായാലും അതിന് വലിയ മൂല്യമുണ്ട്. നമുക്കൊന്നായി നിന്നുകൊണ്ട് വിശപ്പിനെ തോൽപ്പിക്കാം, മനുഷ്യത്വത്തെ ഉയർത്താം.